ഫാസിസം എന്ന് പറഞ്ഞത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഹിന്ദുത്വമല്ല അതിൻ്റെ അടിസ്ഥാനം, തീവ്രദേശീയതയാണ്. അത് ഞാൻ എപ്പോഴും പറഞ്ഞതല്ലേ, തീവ്രദേശീയതയ്ക്കാണ് ഫാസിസം എന്ന് പറഞ്ഞത്. അത് തന്നെയാണ് നാസിസത്തിൽ കുറച്ച് റഷ്യലായിട്ടുള്ളൊരു സാധനം കൂടി അതിൻ്റെ ചേർത്തു എന്ന് മാത്രം. ബേസിക്കലി ശരിക്കും മുസോളിനിയാണ് ഫാസിസം. ഇറ്റലിയാണ് എല്ലാം എന്നുള്ളതാണ് എൻ്റെ. ഇറ്റലി ഫസ്റ്റ്. മാത്രമല്ല ഈ രാഷ്ട്രസങ്കല്പമാണ് ഇവരുടെ രാഷ്ട്രമുള്ള ഹിന്ദു രാഷ്ട്രം ഒരു വലിയ വൃക്ഷവും വ്യക്തികൾ അതിൻ്റെ ഇലകളുമാണ്. ഇലകൾ കൊഴിഞ്ഞു പോകും, പക്ഷേ വൃക്ഷം നിലനിൽക്കും. അതാണ് അതിൻ്റെ മുസോളിനിയുടെ പ്രിൻസിപ്പിൾ. അതുകൊണ്ട് ഓരോ ഇറ്റാലിയൻ പൗരനും ഇറ്റലിക്ക് വേണ്ടി സ്വയം സമർപ്പിക്കുക. വാർ ഈസ് ടു മാൻ വാട്ട് മെറ്റേണിറ്റി ടു വുമൺ എന്നുള്ളതാണ്. പെർപ്പച്വൽ വാർഫെയറിലാണ് അവർ വിശ്വസിക്കുന്നത്. ഇതേ സാധനം തന്നെയാണ് സ്പെയിനിൽ ഫ്രാങ്കോ നടപ്പിലാക്കിയത്. ശരിക്കും ഫാസിസ്റ്റ് സംഘടന എന്ന് പറയുന്നത് മുസോളിനിയുടെ ഫാസിസ്റ്റ് പാർട്ടി പോലെ തന്നെയുള്ള ഒരു കറക്റ്റ്. ഇത് ഇവിടെ ഫാസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ RSS എന്ന് വിചാരിക്കണം. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ തിയററ്റിക്കലി ആണ്. എന്താ സംശയമുള്ളത്? ആണ്. പിന്നെ RSS അതെ, അത് തന്നെ ഈ തീവ്ര ദേശീയതയുടെ സ്ഥാനത്ത് നമ്മൾ തൊഴിലാളി വർഗ സർവാധിപത്യത്തെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേതായി പറഞ്ഞു. ഞാനതിൽ പറഞ്ഞു തുടങ്ങിയത് പൊട്ടൻഷ്യലി ഫാസിസ്റ്റായിട്ടുള്ള രണ്ട് സംഗതികളാണ് പിണറായി വിജയനും നരേന്ദ്രമോദിയും, ഒരു സംശയമില്ല. ചുവന്ന ഫാസിസം കാവ്യ സാധനം ഒന്നു തന്നെ. അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് ടോട്ടാലിറ്റേറിയൻ, ഈ വ്യക്തികൾക്ക് യാതൊരു പ്രാധാന്യം കൊടുക്കാത്ത, വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുക്കാത്ത. ഞാനിത് തിയററ്റിക്കലായിട്ടുള്ളൊരു സംഗതിയാണ് പറഞ്ഞത്. വ്യക്തികൾ എന്നുള്ളത് അപ്രസക്തമാണ്, അപ്രധാനമാണ്. അവിടെ നാഷണൽ, നമ്മുടെ ദേശീയതയാണ്, രാഷ്ട്രമാണ്. രാജ്യം എന്ന് പറയില്ല അവർ. BJPക്കാർ രാജ്യം എന്ന വാക്കല്ല ഉപയോഗിക്കുക, രാഷ്ട്രമാണ് പറയുന്നത്, നേഷൻ. മറ്റിടത്ത് പാർട്ടിയാണെങ്കിൽ വർക്കിംഗ് ക്ലാസ്സാണ്, ക്യാപിറ്റലിസ്റ്റിനെതിരായിട്ടുള്ള നമ്മുടെ ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് പ്രോളിറ്റേറിയറ്റ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു സാധനമാണ്. കൺസെപ്റ്റിൽ ചെറിയ മാറ്റമുള്ളൂ, പക്ഷേ സംഗതി അടിസ്ഥാനപരമായിട്ട് രണ്ടും ഈ ഏകാധിപത്യപരമാണ്. ഡിക്റ്റേറ്റർഷിപ്പ് എന്നുള്ള അർത്ഥത്തിലല്ല, ടോട്ടാലിറ്റേറിയനിസം. അവരുടേതല്ലാത്ത വേറൊരു അഭിപ്രായത്തെ അവർ മാനിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇതിൽ ഈ ഫാസിസ്റ്റുകൾ തീവ്രദേശീയത മാത്രമല്ല, അന്യമതസ്ഥരോടും പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളോ ഇന്ത്യൻ സാഹചര്യത്തിലാണെങ്കിൽ മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടുമുള്ള അസഹിഷ്ണുത അത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കുണ്ട്. അങ്ങനെ രണ്ടുപേരെ ഇക്വേറ്റ് ചെയ്യാൻ കഴിയും. ഇതിൻ്റെ സംഗതി ഞാൻ പറഞ്ഞത് രണ്ട് രീതിയിലുള്ള സാധനങ്ങളാണ്. തിയറിയാണ് പറഞ്ഞത്, പ്യുവർ തിയറി. അവർ നമ്മൾ ആദ്യം RSSനെ എടുത്ത് നോക്കുക. BJP അല്ല, RSS രാഷ്ട്രസങ്കല്പത്തിലാണ്. ഹിന്ദുത്വം അല്ല ശരിക്കും ഹിന്ദു രാഷ്ട്രം എന്നുള്ള സങ്കല്പം. ഹിന്ദു രാഷ്ട്രം വെച്ചാൽ എല്ലാ ഹിന്ദുക്കളും ചേർന്ന ഒരു വലിയ രാഷ്ട്രം. അതിൽ മൈനോറിറ്റീസിൻ്റെ സ്ഥിതി അവർ മിക്കവാറും പുറമ്പോക്കിലാണ്. അവർ ഇതിനെ അംഗീകരിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ മുന്നോട്ട് പോകാം, അത്രേ ഉള്ളൂ. മാത്രമല്ല ഇത് RSSൻ്റെ മുസോളിനിയുടെ പ്രിൻസിപ്പിൾ കണ്ടിട്ടാണ് ഇവിടെ ഇത് അഡോപ്റ്റ് ചെയ്തത്. ഒരു സംഘം അതിനൊരു തിയററ്റിക്കൽ ബേസ് ഉണ്ടാക്കിയത്. അതാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സംഗതി. കമ്മ്യൂണിസത്തെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതിൽ മൈനോറിറ്റീസിൻ്റെ സ്ഥിതി നമുക്ക് മനസ്സിലായില്ലേ. ഇത് തന്നെ നമ്മൾ ചൈനയിൽ അപ്ലൈ ചെയ്ത് നോക്കാം. അവിടെ എന്താ സ്ഥിതി? കേരളത്തിലെ CPM CPIയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ ഒരു ജനാധിപത്യ സംവിധാനത്തിലുള്ള പ്രവർത്തിക്കുന്നത്, അതിന് ഒരുപാട് പരിമിതികളുണ്ട്. അവിടെ സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയുന്ന ആളുകളുടെ Tiananmen സ്ക്വയറിൽ എന്ത് സംഭവിച്ചു? അല്ലെങ്കിൽ മൈനോറിറ്റീസിനോട് വലിയ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ചൈനയിൽ എന്താ ചെയ്യുന്നത്? ജിങ്ജിയാങ് പ്രവിശ്യയിൽ ഹാൻ വിഭാഗത്തിൽപ്പെട്ട ചൈനക്കാരുമുണ്ട്, ഉയ്ഗൂർ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങളുമുണ്ട്. മുസ്ലിം ആയതുകൊണ്ടല്ല, അവർ ഇവൻ്റെ മേൽക്കോയ്മ അംഗീകരിക്കാത്തതുകൊണ്ടാണ്. സംഭവം മനസ്സിലായത്? മൈനോറിറ്റി മെജോറിറ്റി അല്ല അവിടുത്തെ പ്രശ്നം. ഇതിവൻ്റെ മേൽക്കോയ്മ അംഗീകരിക്കാത്ത ഒരാൾക്കും ചൈനയിൽ നിലനിൽക്കാൻ പറ്റില്ല. സിമ്പിൾ ലോജിക്കല്ലേ? അതിന് ഫാസിസം എന്നല്ല നമ്മൾ വേറെ എന്ത് പേരിട്ടാലും, ഫാസിസം, നാസിസം, കമ്മ്യൂണിസം അല്ലെങ്കിൽ വേറെ എന്ത് താലിബാനിസം എന്നുള്ള പേരിനല്ല കാര്യം. പറഞ്ഞു മനസ്സിലായി? ഇതിനെ വേണമെങ്കിൽ ഹിന്ദു താലിബാൻ എന്നോ മറ്റേ മുസ്ലിം RSS എന്ന് വിളിച്ചാലും വലിയ വ്യത്യാസമില്ല. സംഗതി ഒന്നാണ്. എന്താണ്? അടിസ്ഥാനപരമായിട്ട് ജനാധിപത്യ വിരുദ്ധമാണ്. അതാണ് പ്രശ്നം. തിയററ്റിക്കലി പ്രാക്ടിക്കലിയും
പ്രാക്ടിക്കലിയും അതുപോലെ തന്നെ സംഭവിക്കും. ഇപ്പം തന്നെ ഇപ്പോൾ ഈ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ മറ്റ് പാർട്ടിക്കാർക്കൊക്കെ പ്രവർത്തിക്കുന്നതിന് തടസ്സം വന്നില്ലേ. പിന്നെ ഇവിടെ ഈ ജനാധിപത്യം വളരെ പരിമിതമായതുകൊണ്ട് കേരളം എന്ന് പറഞ്ഞാൽ ചെറിയൊരു സ്റ്റേറ്റ് ആയതുകൊണ്ടും ഇവിടെ സുപ്രീം കോടതി ഹൈക്കോടതി ഉള്ളതുകൊണ്ട് മാതൃഭൂമിയും മലയാള മനോരമ ഉള്ളതുകൊണ്ട് ഏഷ്യാനെറ്റ് പോലെയുള്ള ചാനലുകളുള്ളതുകൊണ്ടും അതുപോലെ നടക്കില്ല. ഇതല്ലെങ്കിൽ ഇവരുടെ എല്ലാം പരിപൂർണമായിട്ടും ഈ കേരളം പതിച്ച് പിണറായി വിജയന് കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ആദ്യം ഏഷ്യാനെറ്റ് പിടിക്കും, മനോരമയും മാതൃഭൂമിയും പിടിക്കും, ഇല്ലേ? ഈ പൊതുപ്രവർത്തകരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് ജയിലിൽ, ഒരു സംശയമില്ല. ഇപ്പം അധികാരം പരിമിതമായതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ ഒരു ഫാസിസ്റ്റ് ആണെന്നാണോ? വല്ല സംശയമുണ്ടോ? ഞാനല്ലേ പുള്ളിക്ക് മുണ്ടെടുത്ത മുസോളിനി എന്ന് പേര് കൊടുത്തത്, അത് നിങ്ങൾക്കറിയില്ലേ? അത് ഞാൻ കോയിൻ ചെയ്ത വാക്കാ, അതിൻ്റെ കോപ്പിറൈറ്റ് എനിക്കാ. എത്ര കൊല്ലം മുമ്പ്. ഓ ഒരു ദേഷ്യമില്ല. നമ്മൾ തിയററ്റിക്കലായിട്ടാണ് പുള്ളിയെ തീർക്കുന്നത്.